ഇതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതിയാൽ മതി. ഇല്ലെങ്കിൽ ദരിദ്രവാസിയായ നിനക്ക് ഈ വലിയ ഡീൽ വന്ന് ചേരൂ. ഇതൊക്കെ കോടികൾ മറിയുന്ന ഇന്റർനാഷണൽ ഡീലാ മോനെ. കിട്ടേണ്ടവരുടെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ. എഴുന്നേറ്റെ എഴുന്നേറ്റെ, ഇനി വേറൊന്നും ചിന്തിക്കണ്ട. കൊടുകൈ. ദ ഗെയിം ഈസ് ഓൺ. ഇനി നീ ഒന്ന് വിളിച്ചു നോക്ക്. എന്താ പറയേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഒന്നുകൂടെ വിളി. മതി. ഇനി തിരിച്ചു വിളിക്കുമെന്ന് നോക്കാം. അതല്ല ഞാൻ ആലോചിക്കുന്നത്. തൽക്കാലം വീട്ടിൽ നിന്ന് ചാടാൻ ഒരു ബിസിനസ് പ്ലാനിന്റെ കഥ പറയാം. വിദ്യയോട് അതേ പ്ലാൻ തന്നെ പറയാം. പക്ഷെ അതിന് മുന്നേ കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്യണം. അതിനെപ്പറ്റി ഒന്നും ഇപ്പൊ ചിന്തിക്കണ്ട. എല്ലാ കാര്യവും ഞാൻ ഏറ്റ്. അവൻ. ഹലോ ഹലോ അണ്ണാ, ഫോണിൽ ചാർജറിലില്ല. അതാ ഒരു ಅಂಗಡಿയിൽ ചാർജ് ഇട്ടത്. ನಾನು പറഞ്ഞ വിഷയം എന്താവൂ? അത് ഓക്കെ. പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഞങ്ങൾ ശ്രമിക്കാം. പക്ഷെ അതിന് മുന്നേ ഈ ഗോൾഡ് ഒറിജിനൽ ആണെന്ന് ഞങ്ങൾക്ക് ഉറപ്പിന് ടെസ്റ്റ് ചെയ്യണം. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? പേടി വേണ്ടണ്ണ, ഞങ്ങള് പാവങ്ങളാ. പ്രശ്നം എതുവും പറയാത് വിശ്വാസം മതി. ഞാൻ പറയുന്ന ജാഗക്ക് നിങ്ങൾ വന്നാൽ മതി. സ്വർണ്ണ നിങ്ങളുടെ കൈ തരാ. ഓക്കെ ശരി. അപ്പൊ ഞാൻ വിളിച്ചോളാം. ശരി, ഉള്ളതാകില്ലേ? കേട്ടില്ലേ? വെറും പൊട്ടന്മാരാ. ഇനി ബാക്കി പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ഓക്കേ? നീ ഈ ബിസിനസ് ടൂറിന്റെ കഥയൊന്നും പറയണ്ട. ആരുടെയാലും കൂടെ എവിടെയാ ടൂർ അടിക്കാൻ പോകുന്നത് മാത്രം പറഞ്ഞാ മതി. അമ്മേ, പറ്റിയ സ്ഥലം 10 ഏക്കർ കുറയാതെ കിട്ടിയ സ്ഥലം വാങ്ങാനുള്ള കാശ് അവര് മുടക്കും. നമ്മളത് നോക്കി നടത്തുന്നതിന്റെ വിഹിതം പാർട്ട്ണർഷിപ്പായ ഒരു എഗ്രിമെന്റ് എഴുതി ഉണ്ടാക്കും. മുജീബ് ഖാന്റെ ഡീലാ. ഇത് നടക്കും. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു വരവുണ്ട് മോളെ. ഇനി നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണോടാ? ഇതാ ഞാൻ നിന്നോട് ഒന്നും പറയാത്തത്. എത്ര ഓപ്പൺ ആയിട്ട് സംസാരിച്ചാലും നീ ഒരു മാതിരി. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്തെങ്കിലും ഉടായ്പില്ലാതെ നീ ഇനി ഇറങ്ങി തിരിക്കില്ലല്ലോ. പിന്നെയും ആളെ പറ്റിക്കാൻ ഓരോ കഥയും പറഞ്ഞോണ്ട് ഇപ്പൊ ഇത് ഫാം തുടങ്ങാൻ പോകുന്നു. ഞാൻ നിന്നെ വിളിക്കാം. ഈ വഴി കിടന്ന് തല്ലു പിടിക്കാൻ എനിക്ക് വയ്യ. മുജീബ് അവിടെ കാറിൽ വെയിറ്റ് ചെയ്യാം. എന്നാ നീ ചെല്ല്. കാശിന് ആവശ്യം വരുമ്പോ പറഞ്ഞാ മതി, ഇട്ടുതരാം. പോരെ? നീ ഈ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവാത്തോണ്ടല്ല. ഒരു നല്ല കാര്യത്തിന് പോകുന്നോണ്ട് ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല. രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ കണക്ക് പറഞ്ഞ് നിന്റെ കാശ് ഞാൻ തിരിച്ചു. എന്നാ ഈ ജന്മം എനിക്കിനി കാശ് കിട്ടാൻ പോകുന്നില്ല. പൊടി പോടാ. പോയിട്ട് വേഗം വരണേ. നിന്നെ പോലെ ഒരുത്തനെ ശരിക്കും മനസ്സിലാക്കിയിട്ടും അവൾ കൂടെ ഉണ്ടെങ്കിൽ ഷീസ് ഗ്രേറ്റഡാ. എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ ടേസ്റ്റ് ഭയങ്കര ഡിഫറെന്റാ. ചില സമയത്തൊക്കെ ബ്രേക്കപ്പ് ആയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അത് നീ ചെയ്യില്ല എന്ന് എനിക്കറിയാം. പൊന്മുട്ടയിടുന്ന താറാവല്ലേ, കൊല്ലില്ല എന്ന് മാത്രമല്ല പന പോലെ വളർത്തും. പോയിക്ക. എന്തോ ഒന്നുണ്ട്, അറിയാത്ത എന്തോ ഒന്ന്. നീ ഇങ്ങനെ തെക്ക് വടക്ക് നടന്ന് നടന്ന് നീ ഇപ്പൊ പറഞ്ഞില്ലേ ആ എന്തോ ഒന്ന്, അത് അവളുടെ കയ്യിൽ നിന്ന് പോയി കിട്ടും. പിന്നെ അവള് നിന്നെയും കളഞ്ഞ് ഒരൊറ്റ പോക്കുന്നു. സാധാരണ എങ്ങനെയാണ് നടക്കാറുള്ളത്. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അവൾ അങ്ങനെ പോലിക്ക. ഇട്ടിട്ട് പോവാൻ ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോ എന്നെ പോലത്തെ ഒരുത്തിനെ സഹിക്കാൻ അവൾക്കേ പറ്റൂ. നമ്മുടെ ഈ യാത്ര സക്സസ് ആയാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. രുദ്ര, ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു. വൈകുന്നേരത്തോടെ അവിടെ എത്തും. ഫോൺ എടുക്കണേ. ശരി അണ്ണാ, നിങ്ങള് ഹൽക്കരെ കളിച്ച് വിളി. ഞാൻ റാസ്ത പറഞ്ഞു തരാം. ലേറ്റ് ആകുമ്പോഴല്ല. ഇല്ല, വിളിക്കാം.
ഹലോ. ഡാ നീ എവിടെ എത്തി? ഞാൻ ഈ ഗോണിക്കുപ്പ കഴിഞ്ഞു. നാളെയല്ലേ പരിപാടി? മറ്റന്നാ തിരിച്ചെത്തുവോ അതോ കറങ്ങി തിരിഞ്ഞ് ഒരാഴ്ചയാവോ? ഒന്നും പറയാൻ പറ്റില്ലടി. ചിലപ്പോൾ 2-3 ദിവസം എടുത്തുന്നിരിക്കും. അറിയായിരുന്നു. വെനസ്ഡേ അമ്മയുടെ ബർത്ത്ഡേ ഓർമ്മയുണ്ടോ? ആ അതിന്റെ ട്രീറ്റ് ഒക്കെ നീ വന്നിട്ടാണെങ്കിൽ തന്നാ മതി, ഒരു കുഴപ്പമില്ല. എടാ പോത്തെ, അതിനല്ല. എന്തു പറയാനാ? നീ ഫോൺ വെച്ചേ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ നിന്നെ വിളിക്കാം. ഓക്കെ. നാരികൾ നാരികൾ നരകീയാഗ്നികൾ, വിശ്വവിപത്തിന്റെ നാരായ വേരുകൾ എന്നാണ് കവി പാടിയിട്ടുള്ളത്. ആക്ച്വലി ഇക്ക, ഞാനവളെ അനന്തതയുടെ അജ്ഞാത നീലിമയിൽ ഒഴുകിയെത്തുന്ന ഒരു അപ്സരസായി കണ്ടുപോയി. അപ്പോ നീലനിഷീദിനിയിൽ താമരപ്പൊയ്കയിൽ നീന്തി തുടിക്കുന്ന ഒരു അരയന്നമായി കണ്ടുവോ നീ അവളെ? കണ്ടു. നിന്റെ കാര്യം പോക്കാമോനെ. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഡീലിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നമ്മളോട് പറഞ്ഞതുപോലെ അവന്മാർ വേറെ ആരോടത്തെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? നമ്മൾ കഥയം പറഞ്ഞ അവിടെ എത്തുമ്പം ആമ്പിള്ളേർ സ്വർണവും കൊണ്ട് പോയി കാണും. അവൻ അങ്ങനെ ചെയ്യോ? ഇതുപോലെ ലോകത്തിന്റെ എത്രയോ ഇടങ്ങളിൽ എത്രയോ ആൾക്കാർ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്നുണ്ടാവും. ഹായ് ജാവേദ്. ഹായ്ഡാ. நாளைக்கு முடிஞ்சிருமா அசோக்? கன்ஃபார்மாக சொல்ல முடியாது. நேற்று நைட் அவன் ஃபோன் சுவிட்ச் ஆஃபாக இருந்துச்சு. காலையிலேயே கால் பண்ணா, ஏதோ அவங்க ஏரியாவில் பவர் ஃபெயிலியரு, அதனால தான் சுவிட்ச் ஆஃப்னு சொன்னான். எப்படியாவது 2 டேஸ்க்குள்ளே முடிச்சு அவன் அசோக். என்ன டென்ஷனாக இருக்கா? எல்லாம் பிளான் பண்ண மாதிரி நடந்தா நம்ம லைஃபே மாறிடும். அதான். கவலைப்படாத நண்பா, கண்டிப்பாக நடக்கும். நம்ம லைஃபே மாறிடும். வா. പറ്റാത്തോണ്ടല്ലേ ചക്കരെ, അമ്മ എന്തായാലും സെപ്റ്റംബറിൽ വരും. സെപ്റ്റംബറിലോ? എന്നോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇപ്പൊ എന്തായാലും അമ്മ വരുമല്ലോ കുഞ്ഞിനെ കാണാൻ. നീ മെലീനും ജോയ് ഇത്തവണ നാട്ടിൽ വരുമ്പോ പറയണം, എന്തായാലും ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ. അവരോട് ഞാൻ പറയാനിട്ടാണോ ആൻറ്റി? അവർക്ക് വലിയ പ്ലാൻസാ, സിദ്ധുവേട്ടനെ പോലെ. അല്ല, ചെന്ന കാര്യം എന്തായി? എന്തേലും അറിവുണ്ടോ? അവനെ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല മോളെ.